എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു വർഷത്തോളമായിട്ട് എൻ്റെ ഇൻബോക്സിൽ കിടന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പോഴാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഒത്തിരി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ജീവിതത്തിൽ. അപ്പോൾ ഇനിയും മുടങ്ങാതെ വീക്ക്ലി വൺസ് എങ്കിലും ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മളിവിടെ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ തന്നെ ആകട്ടെ ആദ്യം. നമ്മളിപ്പോൾ ഉള്ളത് സ്നൂപ്പി ഐലൻഡ്, ഫുജേറയിലുള്ള UAE ഫുജേറയിലുള്ള സ്നൂപ്പി ഐലൻഡിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റേക്കേഷൻ ആണ്. നമ്മൾ 2 ദിവസം ഒരു ഓവർനൈറ്റ് സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഈവനിങ്ങിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു കേട്ടോ UAEയിൽ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നല്ല കടലിൻ്റെയൊക്കെ നല്ല വ്യൂ കിട്ടുന്ന റൂമായിരുന്നു കിട്ടിയിരുന്നത്. എത്തിയ സമയം നമ്മുടെ ലൈറ്റൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഓടി നടന്ന് ഫുൾ വ്യൂ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടോ, ആ ഇതൊരു സ്നൂപ്പി ഐലൻഡ്, അതായത് ഒരു പട്ടിക്കുട്ടി കിടക്കുന്ന ഒരു ഇതിൽ ഷേപ്പിലുള്ളതാണ് ആ ഒരു പർവ്വതം. അതുകൊണ്ടാണ് അതിന് സ്നൂപ്പി ഐലൻഡ് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങോട്ടേക്കൊന്നും നമ്മൾ നീന്തി പോകാനുള്ള റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈവനിങ്ങിൽ തന്നെ നമ്മൾ ഇറങ്ങി ഫുള്ള് കാണാനായിട്ട്. നമ്മൾ ഒരു ഫാമിലി കൂടിയായിട്ടാണ് പോയത്. അപ്പോൾ ഈ സ്നൂപ്പി ഐലൻഡിൻ്റെ ഈവനിങ് വ്യൂ ആണ് നമ്മളീ കാണുന്നത്. അവിടെ പ്ലേ ഏരിയ വളരെ വിശാലമായിട്ട് തന്നെ ആ ഒരു കടൽ തീരത്ത് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ രാത്രിയിലാണ് ആ സൈഡിലേക്കൊക്കെ പോകുന്നത്. അതായത് ഒരു പൂർണ്ണമായ വ്യൂ നമുക്ക് കണ്ടു തീർക്കാൻ തന്നെ കുറേ സമയമെടുക്കും. അതുപോലെ നമ്മൾ ചെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഈ വാട്ടർഫോൾ പ്ലേ ഏരിയയിലേക്കൊക്കെ പെട്ടുപോയി. അപ്പോൾ കുട്ടികൾ പിന്നെ അവിടെ തന്നെ ആയതുകൊണ്ട് രാത്രിയാണ് നമ്മൾ ആ ഏരിയയിലേക്കൊക്കെ ഒന്ന് പോയത്. ഇതുപോലത്തെ സ്റ്റേക്കേഷൻ വീഡിയോ ഇടുമ്പോഴൊക്കെ എനിക്ക് താഴെ വരുന്ന ഒരു കമൻറ്റാണ് ഇതിൻ്റെ റേറ്റ് കൂടി നിങ്ങൾ പറയണം എന്നുള്ളത്. പക്ഷേ ഇത് നമ്മൾ റേറ്റ് നമുക്ക് ഓരോ ക്ലൈമറ്റ് അനുസരിച്ചിട്ടും നമ്മളെടുക്കുന്ന റൂം അനുസരിച്ചിട്ടുമൊക്കെ നല്ലപോലെ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ കുട്ടികളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതുപോലൊരു സ്റ്റേക്കേഷൻ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. പിന്നെ ഞാൻ ഇത്രയും നാൾ വീഡിയോ ഇടാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് വാമിങ്ങും പിന്നീട് വെക്കേഷനുള്ള പോക്കൊക്കെ ആയിട്ട് നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടവും അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം ഇനി വീഡിയോ ഇടാമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മുടെ വീഡിയോ എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. നമ്മൾ കുട്ടികളെ ഒരു ഈവനിങ് നൈറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്ലേ ഏരിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ബാക്കി ഭാഗങ്ങൾ കാണാനായിട്ട് പോവുകയാണ്. പക്ഷെ കുറേയൊക്കെ നടന്ന് നമ്മൾ കണ്ടു എന്ന് വയ്ക്കുമ്പോൾ പിള്ളേർ പിന്നെയും അവിടെ പ്ലേ ഏരിയയിലും വാട്ടർഫോളിലും പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിട്ട് പിന്നെ തിരിച്ചു വന്ന് വീണ്ടും അവരെ അങ്ങോട്ട് വിടുകയുണ്ടായി. അപ്പോൾ കണ്ടോ, കാണാനൊക്കെ നല്ല ഒരു സെപ്പറേറ്റ് നമുക്കൊരു പ്രൈവസി കീപ്പ് ചെയ്യുന്ന രീതിയിൽ അത്ര കൺജസ്റ്റഡ് ആയിട്ടൊന്നും അല്ലായിരുന്നു. നമ്മുടെ റൂമിൻ്റെ ഒരു ഇത് പല ഹട്ടുകളായിട്ട് പലതായിട്ട് തിരിച്ചിട്ടൊക്കെയാണ്. കണ്ടോ, ആ കോക്കനട്ടിൽ വെള്ളം നിറഞ്ഞിട്ട് ആ കമന്ന് വരുന്ന കാഴ്ച കാണാൻ നല്ല രസമാണ്. അതൊന്ന് ഫില്ലാവാനായിട്ട് നമ്മൾ നോക്കിയിരിക്കാറുണ്ട്. കുറേ പ്രാവശ്യം അവിടെ തന്നെ നമുക്ക് കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം നിറഞ്ഞു വരുന്ന കാഴ്ച എനിക്ക് കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ വാട്ടർ സ്വിമ്മിംഗ് പൂള് വേറെയും ഉണ്ട് ഇവിടെ. അവിടെ അപ്പുറത്ത് ചെറിയ കഫറ്റീരിയ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പനകളുടെ മേളിലുണ്ടല്ലോ നല്ല കിളികളൊക്കെ വന്ന് നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു പ്രതീതി തരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ഒരു നൈറ്റ് വ്യൂ ആണ്. ബാക്കി കൂടുതൽ സ്ഥലത്തേക്കൊക്കെ നമ്മൾ നൈറ്റാണ് പോയത്. അപ്പോൾ ആ നൈറ്റിൽ പോയിട്ടും നമുക്ക് ആ വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ അത്രയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ, നൈറ്റുള്ള വീഡിയോ.
പിന്നെ ഡിന്നറൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ഫിജേറ കറക്കമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫിജേറ പോയപ്പോൾ തന്നെ ഇട്ട ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ എൻഡിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വ്യൂസൊക്കെ രാത്രിയിൽ കാണുന്ന അത്ര ഒരു എൻജോയബിൾ മീൻസ് വീഡിയോയിലല്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇതെല്ലാം കൗതുകകരമായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചകളായിരുന്നു. ഇവിടെയുള്ള ജീവിതത്തിലൊക്കെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് 24 hours എന്ന് പറയുന്ന പോലെ മൺഡേ ടു ഫ്രൈഡേ അല്ലെ മൺഡേ ടു സാറ്റർഡേ ഒക്കെ വർക്ക് ചെയ്ത് ഇരിക്കുന്ന നമുക്ക് ആകെ കിട്ടുന്ന വീക്ക്ലി ഒരു ഡേ ആണ് നമുക്ക് എന്താ പറയുക ഒന്ന് റിലാക്സേഷൻ വേണ്ടി കിട്ടുന്നത്. അത് പറയുമ്പോൾ നാട്ടിൽ നമ്മൾ കഷ്ടപ്പെടുന്നില്ല എന്നല്ല, എങ്കിലും നമുക്കൊരു 9 to 10 അല്ല 9 to 5 അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓഫീസ് ടൈം വരുന്നത്. അതുപോലെയല്ല നമുക്കിവിടെയുള്ളവർക്ക്. മോർണിംഗ് ട്രാഫിക്കിൽ കിടക്കുക, ജോലി സ്ഥലത്തെത്തുക, പിന്നെ അവിടുത്തെ സ്ട്രെസ് എല്ലാം അനുഭവിച്ച് ഈവനിങ് ആകുമ്പോഴത്തേക്കും വീണ്ടും ട്രാഫിക്കിൽ കിടന്ന് ഏകദേശം നൈറ്റോളം ആവും തിരിച്ചു വരുമ്പോൾ. അപ്പം നമ്മുടെ ഒരു വീക്കിൽ കിട്ടുന്ന ഒരു ഡേ ആണ് നമുക്ക് ആകെ സന്തോഷിക്കാനുള്ളത്. അപ്പോൾ പലരും വിചാരിക്കും നമ്മൾ യു എയിലൊക്കെ ഉള്ളവർക്ക് നല്ല സുഖമല്ലേ, എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോവോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴി കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് വരാനുള്ള ഒരു സമയവും സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് വീക്ക്ലി 1 day അല്ലെങ്കിൽ 2 day ആണ് നമുക്ക് ആകെ കിട്ടുന്നത്. അതിൽ മാക്സിമം സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരൊക്കെ ഉള്ളൂ. നമ്മുടെ ഫാമിലി ഫുള്ള് നാട്ടിലാണ്. അപ്പോൾ അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ നിന്നും നമ്മൾ ഇതുപോലെയൊക്കെയാണ് സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ ഇതുപോലെ അടിപൊളി വ്യൂസൊക്കെ ആയിട്ട് ഞങ്ങൾ കണ്ടു. പിന്നെ ഫുഡ് ഞങ്ങൾ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കിഴി പൊറോട്ട ഇതൊക്കെ കഴിച്ചിട്ട് കുട്ടികൾ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം മോർണിംഗിലെ കാഴ്ചകൾ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. ഏകദേശം 12 മണിക്കൊക്കെ ആകുമ്പോൾ ചെക്കൗട്ട്, ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്താൽ മതിയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ രാവിലെ ഒരു 8-9 മണിയായപ്പോൾ തന്നെ UAE ഫുള്ള് നല്ല മഴയായിരിക്കും എന്നൊരു ഇത് കിട്ടും. മഴ നന്നായിട്ട് ഇരച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ പെട്ടുപോകുമോ എന്നൊരു ഡൗട്ട് നമുക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഫുള്ളൊരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുമായിരുന്നു. കണ്ടോ, നല്ല രസമാണ്. ഈ ഒരു സമയത്താണ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഐലൻഡ് വരുന്നത് ഫിജേറയിലാണ്. കണ്ടോ, സൂര്യോദയമാണ് കാണുന്നത്. അപ്പോൾ ഈ ആ ഒരു സ്നൂപ്പി ഐലൻഡിന് ആ പേര് വരാൻ ഇതൊരു ആ ഒരു മല അനർത്ഥകം ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. എനിക്ക് കാര്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നേരത്തെ തലേദിവസത്തെ വീഡിയോയിൽ അത്രയും ക്ലിയർ അല്ല. കണ്ടോ, റൂംസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നല്ല പ്രൈവസിയിൽ തന്നെയാണുള്ളത്. മഴ പെയ്തു തുടങ്ങി. ചെറിയൊരു മഴയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ മഴ തീവ്രമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.